പവർ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. എനിക്ക് പവറുണ്ടോ? ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറി പറയുന്ന രീതിയിൽ ഞാൻ നടക്കാൻ തയ്യാറാവണം ആസ് എ പൗരൻ. ബാക്കി നിങ്ങൾ ചോദിച്ച ഉത്തരത്തെ കൃത്യമായ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് അധികാരം തന്നാൽ പറയാം. അധികാരമുള്ള ആളുകൾ എല്ലാം എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ പറയാം. അധികാരം തന്നാൽ പറയാം. ഞാനിപ്പോൾ MP MLA അല്ലെങ്കിൽ മന്ത്രിയൊക്കെയാണ് ഞാൻ പറയാം. ഞാൻ തമാശകൾക്കിരിക്കുന്നതല്ല. എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത് സിനിമയിലെ തന്നെ പവർ പൊസിഷനിലുള്ളവരോടായിരിക്കണം. എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ നമ്മളുടെ ഓരോ ബോഡീസിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ അമ്മയാണെങ്കിലും ഫെഫ്ക ആണെങ്കിലും ചേംബർ ആണെങ്കിലും ഒക്കെ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ചും കൂടി ഹൈ പ്രൊഫൈൽ ആക്ടേഴ്സ് അല്ല. നമ്മൾക്കൊരു മിഡ് ലെവൽ ആക്ടേഴ്സാണ് ഇൻ ടേംസ് ഓഫ് പ്രൊഫൈൽ. ഞങ്ങളെ കുറച്ചും കൂടി ബാധിക്കുന്ന അതിജീവനവും ഉപജീവനവും ഒക്കെ വരുന്നത് സിനിമകൾ ചെയ്യാൻ കിട്ടാതിരിക്കുന്നതാണ്. അതിപ്പോൾ ഇന്നത്തെ ഒരു ക്രൈസിസ് ഹ്യൂജാണ്. അതുകൂടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. തീർച്ചയായിട്ടും ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ ദി സൊസൈറ്റി. ഏത് ലഹരി അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഡിബേറ്റബിളാണ്. നമുക്കിന്ന് നമ്മളുടെ സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം. സോ എല്ലാ ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടണം. എനിക്കറിയില്ല, ഇത് കുറച്ചുകൂടി എനിക്കൊരു റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡി നടത്തണം. എന്തുകൊണ്ടാണ് ഇതിൻ്റെ യൂസ് കൂടുന്നത്? എനിക്ക് തോന്നുന്നൊരു കാര്യം, മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് കൃത്യമായ അറ്റൻഷൻ കൊടുക്കാൻ ഇന്ന് സമയമില്ല, അല്ലേ? ഇപ്പോൾ ഞാൻ ഒരിക്കലും കുട്ടികളെ 18 വയസ്സ് താഴെ വരുന്ന കുട്ടികൾ നമ്മൾ പറയില്ലേ, നമ്മുടെ രാജ്യം പറഞ്ഞേക്കുന്ന കുട്ടികൾ, ജുവനൈൽസ്, അവരിലോട്ട് ഒരു രീതിയിലുള്ള കുറ്റവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും അവർ ബ്ലെയിം ചെയ്യപ്പെടേണ്ടതല്ല. അവർ എന്തിൻ്റെ റിഫ്ലക്ഷനാണെന്നറിയോ? അവരുടെ ചുറ്റുമുള്ള ഫസ്റ്റ് സർക്കിളായ അവരുടെ പാരൻസ്, പിന്നെ അവരുടെ കസിൻസ് അല്ലെങ്കിൽ അങ്കിൾസ്, റിലേറ്റീവ്സ്, പിന്നെ അവരുടെ സുഹൃത്തുക്കൾ, ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസാണ്. എന്തെങ്കിലും രീതിയിലുള്ളൊരു ബാഡ് വൈബ് കിട്ടിയാലോ റോങ് ഗൈഡൻസ് കിട്ടിയാലോ അത് അവരിൽ പതിയും, അവർ അബ്സോർബ് ചെയ്യും. അപ്പോൾ അവരെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി മാറുന്നത്. അത് ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണം. ഞാനൊരു ഗ്രേറ്റ് പാരൻ്റാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞാൻ പഠിക്കുകയാണ്. കാര്യം അവിടുന്ന് ഒരുപാട് ട്രോമ അനുഭവിക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് നിറഞ്ഞൊരു കാലഘട്ടമാണത്. ഇപ്പോൾ എനിക്ക് 40 വയസ്സായി. 1985 ജനിച്ച ആളാണ്. എനിക്ക് ഒരു 2000 എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു. അന്നുണ്ടായിരുന്ന ട്രോമയേക്കാളും എത്രയോ ഇരട്ടിയാണ് ഇന്നത്തെ കുട്ടികളുടെ ട്രോമാസ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ആ ട്രോമാസ് അഡ്രസ്സ് ചെയ്യപ്പെടാതെ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കാനോ മുത്തശ്ശനോ സംസാരിക്കാനോ ഇല്ലാത്ത കുട്ടികൾ നാച്ചുറലി ഇങ്ങനത്തെ ഉള്ള ഒരു അഭയങ്ങൾ കിട്ടുമ്പോൾ അവർക്കറിയില്ല. മനസ്സിലായോ? ഇങ്ങനത്തെ ലഹരികൾ, അതിപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സോ കോൾഡ് ഡ്രഗ്സ് എന്നുള്ളതിനെ മാറ്റി നിർത്തി മദ്യം, സിഗരറ്റ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിഗരറ്റ് വലിച്ച ആളാണ്, അറിയോ? അപ്പോൾ അതെന്തുകൊണ്ട് എനിക്ക് പറ്റി? കടയിൽ ചെന്നാൽ കാശ് കൊടുത്താൽ സിഗരറ്റ് കിട്ടും, അല്ലേ? ഇന്ത്യയിലെ ലീഗലാണ്. അപ്പോൾ എനിക്കറിയോ 4ാം ക്ലാസ്സിൽ സിഗരറ്റ് വെച്ചാൽ ചീത്തയാണെന്ന്? ഇല്ല. മാഗസിൻ്റെ പുറത്തെ പരസ്യമായിരുന്നു എൻ്റെ ഇതിലോട്ടുള്ള അറ്റൻഷൻ. ഇപ്പോൾ പരസ്യങ്ങൾ പാടില്ല. 94 പരസ്യം പറ്റും. നാച്ചുറലി കുട്ടികൾക്കറിയൂ. അപ്പോൾ അവരെ അത് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഇതിനൊരു ജെനുവിൻ ക്ലോഷറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് ഞാൻ ആളല്ല. എനിക്കതിനുള്ള അധികാരമില്ല, അതിനുള്ള വിവരമില്ല. മേ ബി കുറച്ചും കൂടി അതിനെക്കുറിച്ച് സെൻസിബിളായിട്ടുള്ള ഒരു ബോർഡ് ഓഫ് ഗ്രൂപ്പ് വന്നിട്ട് എങ്ങനെയാണ് ഇതിനെ ഒരു റിവൈവൽ ആവശ്യമുണ്ടെന്ന് ഡിസ്കസ് ചെയ്യും.